ജോയ് ബൈഡൻ ശരിക്കും ഒരു റോബോട്ടാണ്. നരേന്ദ്രമോദിക്ക് ഇതിലുള്ള പങ്കെന്താണ്? അലിൻ ജോസ് പെരേര ഒരു ഏലിയൻ ആണ് എന്ന് ശരിക്കും നമ്മൾ അറിയാതെ തന്നെ പറ്റിക്കപ്പെടുകയാണ്. സ്റ്റീഫൻ ഹോക്കിംഗ് എന്താണ് എപ്സ്റ്റീൻ ഐലൻഡിൽ വെച്ച് ചെയ്തത്? പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. 1. ജോയ് ബൈഡൻ ശരിക്കും ഒരു റോബോട്ടാണ്. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന് അലിൻ ജോസ് പെരേര ഒരു ഏലിയൻ ആണ് എന്നൊരു മെയിൽ അയക്കുകയാണ്. അതേ ദിവസം ഞാനോ എൻ്റെ സുഹൃത്തോ ഒരു പോലീസ് കേസിൽ അകപ്പെടുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പിൽ അതേ ദിവസം നടന്ന ഞങ്ങൾ തമ്മിൽ അയച്ച മെയിലും അവർ എവിഡൻസ് ആയി എടുക്കുകയാണ്. ഇതോടുകൂടി ആ മെയിൽ ആ ഒരു കേസിൻ്റെ കേസ് ഫയലിൽ പെട്ടു. എന്നാൽ ഈ ഒരു മെയിൽ ആ കേസ് ഫയലിൽ ഉൾപ്പെട്ടു എന്നതുകൊണ്ട് അലിൻ ജോസ് പെരേര ഒരു ഏലിയൻ ആവും? ഇല്ല. ഇതേപോലെയാണ് എപ്സ്റ്റീൻ ഫയൽസ്. ജോയ് ബൈഡൻ 2019 മരണപ്പെട്ടെന്നും ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു ബോട്ടാണെന്നും ആ ബോട്ടിൻ്റെ ഫേസ് മാസ്ക് മാൽഫങ്ഷൻ ചെയ്യാൻ തുടങ്ങിയെന്നും പറഞ്ഞുകൊണ്ട് ഒരു മെയിൽ എപ്സ്റ്റീൻ ഫയൽസിലുണ്ട്. ഇത് വെച്ച് ഒരുപാട് റീൽസിലും യൂട്യൂബിലുമായി ഒരുപാട് ക്രിയേറ്റേഴ്സ് ഫൈനലി ദിസ് കോൺസ്പിറൻസി കംസ് ട്രൂ എന്ന് പറഞ്ഞ് കണ്ടന്റ് ചെയ്യുന്നുണ്ട്. ഇത് കാണുന്ന ഓഡിയൻസ് വിചാരിക്കുന്നത് ഇതെല്ലാം ശരിയാണ്, എപ്സ്റ്റീൻ ഫയലിൽ ഇത് സ്ഥിരീകരിച്ചുകൊണ്ടൊരു റിപ്പോർട്ട് ഉണ്ടെന്നാണ്. എന്നാൽ ശരിക്കും എപ്സ്റ്റീൻ ഫയൽസ് എന്ന് പറയുന്നത് FBI അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും ഒരു ഏജൻസി ഒരു ഫൈനലൈസ് ചെയ്ത് ഉണ്ടാക്കിയ റിപ്പോർട്ടല്ല. പകരം ഒരുപാട് റോ ആയിട്ടുള്ള ഇമെയിൽസ്, അതുപോലെ വെരിഫൈഡും അൺവെരിഫൈഡുമായ ഒരുപാട് ഡാറ്റാസ്, മെസ്സേജസ്, ഫൂട്ടേജ്, ഇതൊക്കെ അടങ്ങിയ ഒരു കളക്ഷൻ ഓഫ് ഡാറ്റയാണ്, അല്ലാതെ ഒരു കൺഫർമേഷൻ അല്ല. എപ്സ്റ്റീൻ ഫയൽസിൽ ഈ മെയില് വന്നു എന്നതുകൊണ്ട് ആ ഒരു കോൺസ്പിറസി സത്യമായി എന്ന് അർത്ഥമില്ല. ഇപ്പോഴും അതൊരു കോൺസ്പിറസി മാത്രമാണ്. വേറെ ഒരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം. ഇതിൽ നമ്മളുടെ CM നടക്കുന്നത് കണ്ടോ? പ്രായമാവുമ്പോൾ എല്ലാവർക്കുമുള്ള പ്രശ്നമാണിത്. എന്നാൽ ഇതിൽ നമ്മളുടെ CM ഇവിടെ ജനങ്ങളോട് അടുത്തിടപഴകുന്നത് കൊണ്ടും നമ്മൾക്ക് അറിയാവുന്നത് കൊണ്ടും ഈ ഒരു കോൺസ്പിറൻസീസ് ഇവിടെ ഉണ്ടാവുന്നില്ല. അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സെക്യൂരിറ്റി പ്രോട്ടോകോൾസ് ഉള്ള വ്യക്തിയാണ്. അവിടുത്തെ സിവിലിയൻസിന് അദ്ദേഹത്തെ ദൂരെ നിന്നും TV-യിലൂടെയും ക്യാമറയിലൂടെയും മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ടുണ്ടായ ഒരു കോൺസ്പിറസി ആവാം ഇത്. 2. സ്റ്റീഫൻ ഹോക്കിംഗ്. സ്റ്റീഫൻ ഹോക്കിംഗ് എന്താണ് എപ്സ്റ്റീൻ ഐലൻഡിൽ വെച്ച് ചെയ്തത്? ഇന്ന് ഇൻസ്റ്റഗ്രാം എടുത്താലും ഫേസ്ബുക്ക് എടുത്താലും ഒരുപാട് ക്രിയേറ്റേഴ്സ് സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ഫോട്ടോ വെച്ച് ഇയാളോടുള്ള ബഹുമാനം പോയി, ഇയാൾ ഇങ്ങനെ ഒരു വ്യക്തിയായിരുന്നു, ഇയാൾ ഈ ശരീരം വെച്ച് എന്തായിരിക്കും ചെയ്തത്, എങ്ങനെ ചെയ്തു എന്ന് തുടങ്ങി ഒരുപാട് പോസ്റ്റുകൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും എന്താണ് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പറ്റി എപ്സ്റ്റീൻ ഫയൽസിലുള്ളത്? എപ്സ്റ്റീൻ ഫയൽസിൽ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ പേര് പല സ്ഥലങ്ങളിലായി മെൻഷൻ ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ വിവാദമായ ഒരു അലിഗേഷൻ മാത്രമേ എപ്സ്റ്റീൻ ഫയൽസിൽ സ്റ്റീഫൻ ഹോക്കിങ്ങിന് നേരെയുള്ളൂ. അതൊരു മെയിലിലാണ്. വിർജീനിയ ജിഫ്രെ എന്ന ഒരു സ്ത്രീ സ്റ്റീഫൻ ഹോക്കിങ്ങിനെതിരെ ഒരു അലിഗേഷൻ നടത്തുകയാണ്. സ്റ്റീഫൻ ഹോക്കിംഗ് എപ്സ്റ്റീൻ ഐലൻഡിൽ വെച്ച് ഒരു അണ്ടർ-ഏജ് ഓർഗി, അതായത് 18 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾക്കൊപ്പം ഒരു ഓർഗി സെക്സ് പാർട്ടിയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് ആ എലിഗേഷൻ. ഈ എലിഗേഷൻ ഡിസ്പ്രൂവ് ചെയ്യാനുള്ള തെളിവുകൾ കൊടുക്കുന്നവർക്ക് ഒരു റിവാർഡ് പ്രഖ്യാപിച്ചുകൊണ്ട് എപ്സ്റ്റൈൻ തന്നെ എപ്സ്റ്റൈൻ്റെ കാമുകിയായ ജിസ്ലൈൻ മാക്സ്വെല്ലിന് അയച്ചൊരു മെയിലാണത്. എന്നാൽ ഇവിടുത്തെ ചോദ്യം, ശരിക്കും വിർജീനിയ ജിഫ്രെ അങ്ങനെ ഒരു എലിഗേഷൻ സ്റ്റീഫൻ ഹോക്കിങ്ങിന് നേരെ നടത്തിയിട്ടുണ്ടോ? ഇല്ല എന്നാണ് ഉത്തരം. ഈ ഒരു മെയിലും ഈ ഒരു കഥയും എപ്സ്റ്റൈൻ തന്നെ ഉണ്ടാക്കിയെടുത്തൊരു കള്ളക്കഥയാണ്. സ്റ്റീഫൻ ഹോക്കിങ്ങിന് ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നും സ്റ്റീഫൻ ഹോക്കിംഗ് അവിടെ ഈ പാർട്ടിയിൽ പങ്കെടുത്തിട്ടില്ല എന്നും ഉറപ്പുള്ള എപ്സ്റ്റീൻ വിർജീനിയ ജിഫ്രെ ഇങ്ങനെ ഒരു അലിഗേഷൻ നടത്തി എന്നൊരു കള്ളക്കഥ ഉണ്ടാക്കുകയാണ്. ഇതുവഴി എപ്സ്റ്റീന് വിർജീനിയ ജിഫ്രെ നടത്തിയ ഈ അലിഗേഷൻ പോസിബിൾ അല്ല, ഇത് തെറ്റാണെന്ന് തെളിയിക്കാൻ എളുപ്പത്തിൽ പറ്റും. അങ്ങനെ തെളിയിച്ചു കഴിഞ്ഞാൽ വിർജീനിയ ജിഫ്രെ നടത്തിയ മറ്റു ജെന്യുയിനായ ആരോപണങ്ങൾ ഇതുപോലെ തന്നെ ഫേക്ക് എലിഗേഷൻസ് ആണ് എന്നൊരു അവസ്ഥ എപ്സ്റ്റൈന് സൃഷ്ടിക്കാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ വിർജീനിയ ജിഫ്രെ സ്റ്റീഫൻ ഹോക്കിങ്ങിനെതിരെ ഒരു അണ്ടർ-ഏജ് ഓർഗി അലിഗേഷൻ നടത്തി എന്നതാണ് ഇതിലെ പ്രശ്നം. എന്നാൽ ശരിക്കും വിർജീനിയ ജിഫ്രെ എവിടെയും അങ്ങനത്തെ എലിഗേഷൻ നടത്തിയിട്ടില്ല. ഒന്നും അറിയാതെയാണ് പല ക്രിയേറ്റേഴ്സും സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ഫോട്ടോയും വീഡിയോയും മീംസും വെച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നതും അയാളെ വിമർശിക്കുന്നതും. ഇനി നരേന്ദ്രമോദിക്ക് ഇതിലുള്ള പങ്കെന്താണ്? നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് വിവാദമായി വന്നിട്ടുള്ളത് ഒരു സ്ഥലത്താണ്. അതും ഒരു ഇമെയിലാണ്. ഈ ഇമെയിൽ എപ്സ്റ്റീൻ
തൻ്റെ ഖത്തറിലുള്ള ഒരു അൺനോൺ ക്ലയന്റിന് അയച്ചിട്ടുള്ള ഒരു മെയിലാണ്. ഈ ഇമെയിലുള്ളത് നരേന്ദ്രമോദി എപ്സ്റ്റൈൻ്റെ കയ്യിൽ നിന്നും അഡ്വൈസ് എടുത്തിട്ടുണ്ടെന്നും US പ്രസിഡന്റിന് വേണ്ടി ഇസ്രായേൽ വെച്ച് ഡാൻസ് ആൻഡ് സാങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ പലരും പറയുന്നത് നരേന്ദ്രമോദി ഇസ്രായേൽ പോയി ഡാൻസ് കളിച്ചു, പാട്ട് പാടിയെന്നാണ്. എന്നാൽ ഈ ഡാൻസ് ആൻഡ് സാങ് എന്ന് പറയുന്നത് ഒരു മെറ്റഫർ അല്ലെങ്കിൽ ഒരു ഇഡിയമാണ്. ഒരു കാര്യത്തെ ഡയറക്റ്റ്ലി അല്ലാതെ ഇൻഡയറക്ട്ലി മറ്റൊരു കാര്യം വെച്ച് കമ്പയർ ചെയ്ത് പറയുന്നതാണ് ഈ മെറ്റഫർ അല്ലെങ്കിൽ ഇഡിയം എന്ന് പറയുന്നത്. ഡാൻസ് ആൻഡ് സാങ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മോദി അവിടെ അത് സക്സസ്ഫുൾ ആകാൻ തൻ്റെ പരമാവധി കഷ്ടപ്പെട്ടു എന്നാണ്. ആ ഒരു മെയിലിൽ തന്നെ എപ്സ്റ്റീൻ ഈ ഒരു കാര്യം സക്സസ്ഫുൾ ആയിരുന്നു എന്നും മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ ശരിക്കും മോദി എപ്സ്റ്റീനുമായി ഈ ഡീലിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല എന്നാണ് നമ്മുടെ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന കാര്യത്തിന് ഒരു തെളിവും തന്നെ ഇല്ല. എപ്സ്റ്റീൻ തൻ്റെ ഒരു ക്ലയന്റിനെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് എപ്സ്റ്റീന് US പ്രസിഡന്റ് മോദി ഇവരൊക്കെയുമായി നല്ല ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കാൻ, അതായത് വലിയ വലിയ വ്യക്തികളുമായി ബന്ധമുണ്ട്, വലിയ വലിയ വ്യക്തികളുടെ ഡീലുകൾ എപ്സ്റ്റൈൻ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്ന് കൺവിൻസ് ചെയ്യാൻ വേണ്ടി, തൻ്റെ ക്ലയന്റിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി എപ്സ്റ്റൈൻ പറഞ്ഞ കാര്യമാണ്. ഈ മാർക്കറ്റിംഗ് ട്രെയിനീസ് ഒക്കെ നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പറയും, നിങ്ങളുടെ 2-3 വീട് അപ്പുറമുള്ള ചേച്ചി പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ട്, നിങ്ങൾ വാങ്ങി നോക്കൂ എന്ന് പറഞ്ഞ് നമ്മളെ കൺവിൻസ് ചെയ്യാൻ നോക്കും. അവർ പോയി കഴിഞ്ഞിട്ടായിരിക്കും അറിയുന്നത് ചിലപ്പോൾ ആ ചേച്ചി അങ്ങനെ വാങ്ങിയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ വാങ്ങിയിട്ടുണ്ടാവും. അതുപോലെ എപ്സ്റ്റൈൻ തൻ്റെ ഈ ഖത്തറിലുള്ള ക്ലയന്റിനെ കൺവിൻസ് ചെയ്ത് ബിസിനസ് ഉറപ്പിക്കാൻ വേണ്ടി US പ്രസിഡന്റിനെയും മോദിയെയും നമ്മൾ റീസെൻ്റ്ലി ഒരു ഡീൽ സക്സസ്ഫുൾ ആക്കി കൊടുത്തു എന്ന് പറയുകയാണ്. ഇത് സത്യമാവാം, സത്യമല്ലാതിരിക്കാം. പക്ഷേ ഇത് സത്യമാണ് എന്നതിന് ഇതുവരെ ഒരു തെളിവോ വെരിഫിക്കേഷനോ വന്നിട്ടില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേരും ഇതൊന്നും അറിയാതെ, ഇതൊന്നും അന്വേഷിക്കാതെ, ഇതൊന്നും കൂടുതൽ പഠിക്കാതെ ന്യൂസിലും അവിടെ നിന്നും ഇവിടെ നിന്നും കിട്ടുന്ന ചെറിയ ഹാഫ് ഇൻഫർമേഷൻസ് വെച്ച് കണ്ടൻസ് ഉണ്ടാക്കി വിടുകയാണ്. ഇത് കാണുന്ന ഒരുപാട് ഓഡിയൻസും ഈ കണ്ടന്റ്സ് ജസ്റ്റ് കാണുക എന്നല്ലാതെ കൂടുതൽ ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ പോകുന്നില്ല. അപ്പോൾ അവരെന്താണോ പറയുന്നത് അത് മാത്രമായിരിക്കും നിങ്ങൾ വിശ്വസിക്കുന്നത്. ശരിക്കും നമ്മൾ അറിയാതെ തന്നെ പറ്റിക്കപ്പെടുകയാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ വിശ്വസിക്കരുത്. പകരം നിങ്ങൾ തന്നെ സ്വന്തമായി ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് മാത്രം നിങ്ങൾ വിശ്വസിക്കുക.